ജന്മനാ കിട്ടിയതാണ് തനിക്ക് പാട്ടെന്ന് ഗായകൻ എം.ജി. ശ്രീകുമാർ പറയാറുണ്ട്. കുടുംബത്തിൽ എല്ലാവരും പാട്ടുകാരായിരുന്നു. അതാണ് തനിക്കും കിട്ടിയത്. കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടായിരുന്നു എല്ലാം. ഇടയ്ക്ക് ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ് പാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. ചേട്ടനും ചേച്ചിയും എന്നും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇടയ്ക്ക് വെച്ച് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചേച്ചിയുമായി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നു. ആനീസ് കിച്ചണിൽ അതിഥിയായി എത്തിയ സമയത്താണ് എം.ജി. ശ്രീകുമാർ ആ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. ഓമനക്കുട്ടി എൻ്റെ ചേച്ചിയാണ്, അമ്മയുടെ സ്ഥാനമാണ്. കുറേ നാൾ ചേച്ചി എന്നോട് മിണ്ടത്തില്ലായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനോട് ഉത്തരവുമില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറേ പേരുമുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഞാൻ എറണാകുളത്താണല്ലോ. ചേച്ചിയുടെ അടുത്ത് പോയി ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു സത്യമുണ്ടല്ലോ. കഴിഞ്ഞ മാസം ചേച്ചി എൻ്റെ വീട്ടിൽ വന്നു. ചേച്ചിയുടെ മോൾ ലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എടാ എന്തിനാടാ നമ്മൾ 10-15 വർഷം മിണ്ടാതെ ഇരുന്നതെന്ന്. അക്കൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അക്കൻ എന്തിനാണ് എന്നോട് മിണ്ടാതെ ഇരുന്നതെന്ന് ഞാനും ചോദിച്ചു. ഞങ്ങൾ ഭയങ്കര ഇമോഷണലായിരുന്നു. ഇവളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു, സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്താണ് പോയത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഫാമിലിയാണ്. അതിന് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയ സംഗീതത്തെ നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഇളം തലമുറക്കാരും പാട്ടുകാരാണ്. സംഗീതമല്ലേ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആര് നോക്കിയാലും തകർക്കാനാവും. എൻ്റെ സ്റ്റിക്കർ ദാൻ വാട്ടർ, അത് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മേടയിൽ വീട്ടിലേക്ക് വീണ്ടും പോയതിൻ്റെ വിശേഷങ്ങൾ എം.ജിയും ലേഖയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി മേടയിൽ വീട്ടിൽ ഒരുപാട് ഓർമ്മകൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചേച്ചിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചത്. ചേട്ടനുള്ള സമയത്ത് വേണമായിരുന്നു ഈ ഒരു ഒത്തുചേരൽ. കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ആഗ്രഹിച്ച് കൂടിച്ചേരൽ, കാണാൻ ആഗ്രഹിച്ച കാഴ്ച, എം.ജിയെ മകനെ പോലെ കാണുന്ന ചേച്ചി, ഈ സ്നേഹം ഇനി എന്ന് നിലനിൽക്കട്ടെ തുടങ്ങിയ കമൻറ്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത്. ഒരാളുടെ കണ്ണുനീര് വീഴ്ത്തിയാൽ കാലം നമുക്ക് തിരിച്ചു തരും. ഒത്തിരി ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് സംസാരിച്ച് തീർക്കുക. പ്രതികാരമാക്കാതെ ഇരിക്കുക. എൻ്റെ വിധമാണ് ഞാൻ പറയുന്നത്. മറ്റൊരാൾ ചെയ്യുന്നത് പോലെ അത്രയും ചെയ്തു പരിചയമില്ലെന്ന് ഞാൻ പറയാറുള്ളതാണ്. എൻ്റെ രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ ആരോടും പറയുന്നില്ല എന്നായിരുന്നു ലേഖ പറഞ്ഞത്. നിരവധി പേരാണ് ഈ ഒരു കൂടിച്ചേരലിന് താഴെ അവരുടെ ആശംസകൾ നേർന്നത്. ഇത്രയും കാലത്തെ പിണക്കം എന്തിനായിരുന്നു? പിണക്കങ്ങളൊന്നും വെറുതെ വെച്ചിരിക്കരുത്. ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതമല്ലേ. ഇന്ന് കണ്ടവരെ നാളെ കാണില്ലല്ലോ എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായും സ്നേഹത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ഈ ഒത്തുചേരൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്നും കമൻസുകളുണ്ട്. നിരവധി പേർ ഈ ഒരു കൂടിച്ചേരലിന് പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. നിരവധി പേർ ആനീസ് കിച്ചൺ എന്ന പ്രോഗ്രാമിൽ എത്തിയ സമയത്തായിരുന്നു ഗായകനായ എം.ജി. ശ്രീകുമാറും ഭാര്യ ലേഖയും ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത് എന്നാണ് ഗായകനായ എം.ജി. ശ്രീകുമാർ ഈ ഒരു നിമിഷത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്.